ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം കേട്ടോ ഞാനൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കുറേ ദിവസമായിട്ട് കണ്ടിന്യൂസ് മഴയാട്ടോ. അപ്പോൾ ഇന്ന് മഴയൊന്ന് തോർന്ന് ആകാശം ഒന്ന് തെളിഞ്ഞാണ്ട് മഴക്കോളുണ്ട്, പക്ഷേ എന്നാലും കുറച്ച് വെയിലും ഒക്കെ ആയിട്ടുള്ളൊരു ക്ലൈമറ്റായിരുന്നു. അപ്പോൾ എന്തോ ഒരു മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ വെറുതെ ആകാശം കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ടിട്ട് കിച്ചണിൽ പണി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് മഴയുടെ ക്ലൈമറ്റും വെയിലും കൂടെ ആയപ്പോൾ ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ. എന്താ പറയുക, ഒരു പ്രത്യേക ക്ലൈമറ്റായിരുന്നു, ഭയങ്കര അടിപൊളി ക്ലൈമറ്റായിരുന്നു, കൊള്ളാം. അപ്പോൾ നമ്മൾ വെയിലൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കാൻ സമയമില്ല. ഇനിയിപ്പം ഹസ്ബൻഡ് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ചോറും കറിയൊക്കെ റെഡിയാക്കണം. ഞാൻ നേരത്തെ ചോറ് തലേന്ന് വേവിച്ച് വെച്ചിട്ട് നമ്മുടെ റൈസ് കുക്കറിൽ വെക്കുമായിരുന്നു ചെയ്യുന്നത്. പിറ്റേന്നൊന്നും കൂടെ വേവിച്ചെടുക്കുമായിരുന്നു ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാനിപ്പോൾ കുക്കറിലാണ് ചോറ് വെക്കുന്നത്. അപ്പം അരി ഇട്ടിട്ട് കുറച്ചധികം വെള്ളം വെക്കും. വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ചോറൊരു രസമില്ല. ഈ കഞ്ഞിവെള്ളമൊക്കെ ചോറിലൊക്കെ പറ്റിയിട്ട് ഒരു ചോറ് രസമില്ല. അപ്പം കൂടുതൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ ചോറ് കിട്ടും. അപ്പോൾ അങ്ങനെ കുക്കറിൽ ചോറാക്കി ഇപ്പോൾ ഒരു 2-3 വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്കിനും 3 വിസിൽ കഴിയുമ്പോഴത്തേക്കിനും ചോറ് വെന്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ചിക്കൻ ഇരിപ്പുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ വെക്കണോ ചിക്കൻ കറി ആക്കണോ എന്നുള്ള ആലോചനയിൽ. ചിക്കൻ കറി വെക്കാൻ അത്രയും സമയമില്ലാത്തതുകൊണ്ട് എന്നാൽ പിന്നെ ഫ്രൈ ചെയ്യാം. പിന്നെ കുറച്ച് പീസ് എടുത്തിട്ട് നമുക്ക് ചിക്കൻ റോസ്റ്റ് പോലെ ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ തോരന് വേണ്ടിയിട്ട് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു മിക്സി ഞാൻ നേരത്തെയും വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു മിക്സി ആട്ടോ. അപ്പം നമുക്ക് എല്ലാം, നമ്മുടെ സവാള, പിന്നെ ക്യാരറ്റ്, തോരനാണെങ്കിലും എല്ലാം നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞ് കിട്ടും. കൈവച്ച് അരിയാൻ എളുപ്പമുള്ളവർക്ക് അതായിരിക്കും. പക്ഷേ എനിക്കങ്ങനെ അത്രയും ഈസിയൊന്നും അല്ല കൈവച്ച് അരിയുന്നത്. എനിക്ക് കുറേ ടൈം എടുക്കും. അപ്പോൾ ഈ ഒരു മിക്സി കിട്ടിയതിന് ശേഷം എൻ്റെ പണികളൊക്കെ ഭയങ്കര എളുപ്പമായിട്ടുണ്ട്. അപ്പോൾ തോരനൊക്കെ പെട്ടെന്ന് പണി തീരും. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ തിരുമ്മിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കും. തേങ്ങ മാത്രമല്ല, ചുമന്നുള്ളി, വെളുത്തുള്ളി, അങ്ങനെ കുറേ ഇഞ്ചി ഒക്കെ ഐറ്റംസ് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചേക്കും. അപ്പോൾ നമ്മളിങ്ങനെ കറി വെക്കുന്നതിനനുസരിച്ച് ആവശ്യത്തിന് പെട്ടെന്ന് തേങ്ങയും ചുമന്നുള്ളി എന്താണെങ്കിലും പെട്ടെന്ന് എടുക്കാൻ പറ്റുമല്ലോ. ഇതൊക്കെ ഞാൻ ഈ ഇടയ്ക്കാട്ടോ തുടങ്ങിയത്. അപ്പം പണ്ടാണെങ്കിൽ ഇപ്പോൾ ചിലപ്പം വെളുത്തുള്ളിയൊക്കെ അരിയാൻ മടിയായിട്ട് ചിലപ്പം വെളുത്തുള്ളിയൊന്നും ഇടത്തില്ല. പക്ഷേ ഇപ്പോൾ ഇതുപോലെ ഫ്രിഡ്ജിൽ ഇതുപോലെ വെച്ചേക്കുന്നത് കൊണ്ട് എല്ലാം വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഇപ്പോൾ ഇടുന്നുണ്ട്. അങ്ങനെ തോരനും റെഡിയായി. ചിലപ്പോൾ ഞാനിങ്ങനെ മിക്സിയിൽ ചതയ്ക്കത്തൊന്നുമില്ല കേട്ടോ. ക്യാരറ്റോ അല്ലെങ്കിൽ ബീട്രൂട്ട് തോരൻ്റെ കൂടെ തേങ്ങയും പിന്നെ ഇതുപോലെ മഞ്ഞൾപ്പൊടി, ഉപ്പ് അതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് തോരൻ വെക്കും. പിന്നെ ചിലപ്പോൾ ഇതുപോലെ ചതച്ചിട്ട് ഇടും. പിന്നെ കുക്കിങ്ങിൽ എപ്പോഴും ഷാൻജിയോടെ വീഡിയോസോ അല്ലെങ്കിൽ പിന്നെ ChatGPT അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് നോക്കും. അതല്ല, ചിലപ്പോൾ വീഡിയോസ് ഒന്നും നോക്കത്തില്ല. ഞാൻ തന്നെ എനിക്ക് ഒരു അസംഷനിൽ ഇത്ര മസാല ഇരിക്കട്ടെ, ഇത്ര ഇരിക്കട്ടെ എന്നുള്ളൊരു അസംഷനിലും ഉണ്ടാക്കും. പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈയോ ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ ഫിഷ് കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ ഹൂഡ് ഓണാക്കും കേട്ടോ. അപ്പോൾ ഓപ്പൺ കിച്ചൺ ആണെങ്കിലും അത്രയും മസാലയുടെ മണമൊന്നും അങ്ങനെ നിൽക്കാറില്ല. ഇനിയിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തു. അപ്പോൾ ചിക്കൻ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് പോലെ ആക്കാൻ വേണ്ടിയിട്ട് സവാള അരിഞ്ഞത്. അപ്പം നമുക്ക് സവാള ആ മിക്സിയിൽ 2 രീതിയിൽ അരിയാൻ, ഭയങ്കര നീളത്തിൽ അരിഞ്ഞ് കിട്ടും, അതുപോലെ ഇതുപോലെ കൊത്തി അരിഞ്ഞ പോലെയും കിട്ടും. അപ്പം ഞാനിതുപോലെ റോസ്റ്റൊക്കെ ചെയ്യുമ്പം കൊത്തി അരിഞ്ഞ രീതിയിലാണ് എടുക്കുക. അപ്പോഴത്തേക്കും നല്ല പെരുമഴയായിട്ടോ, ഭയങ്കര കാറ്റും മഴയും പുറത്ത് നടക്കുന്നു. അപ്പോഴത്തേക്കിനും ചിക്കൻ റോസ്റ്റ് ഏകദേശം റെഡിയായി. അപ്പോൾ രാവിലെ ചപ്പാത്തിയും ചിക്കൻ റോസ്റ്റും, പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിൽ ചിക്കൻ ഫ്രൈ ഒക്കെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓരോ കറിയും ചെയ്ത് കഴിയുമ്പോൾ ഒരു സമാധാനം. ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കിൽ നോക്കും എത്ര മണിയായി, സമയം പോയി എന്നുള്ളൊരു നോട്ടവുമുണ്ട്. പിന്നെ ഈ ഒരു മൾട്ടി ടാസ്കിങ് എനിക്ക് സെറ്റായിട്ടില്ല ഇതുവരെ. മമ്മിമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 3 അടുപ്പുണ്ടെങ്കിൽ 3 അടുപ്പിലും ഓരോന്ന് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് കാണാം. പക്ഷേ ഞാനങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ചിക്കൻ കറി അടിക്ക് പിടിക്കും, അല്ലെങ്കിൽ മുട്ട കരിഞ്ഞു പോകും. അങ്ങനെ മൾട്ടി ടാസ്കിങ് അത്ര സെറ്റായിട്ടില്ല. പക്ഷേ എന്നാലും സമയത്തിന് ഫുഡെല്ലാം റെഡിയാകും. അങ്ങനെ ഹസ്ബൻഡ് ഓഫീസിലോട്ട് പോകാനിറങ്ങി. അപ്പോഴേക്ക് റിച്ചു എഴുന്നേറ്റ് വന്നു. പിന്നെ അവൻ്റെ കൂടെ കുറച്ച് ക്ലീനിങ്ങും ഫുഡ് കഴിപ്പും. അങ്ങനെ 12 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ വർക്കിന് കയറും. അതിനു മുമ്പ് പണിയൊക്കെ തീർത്ത് വയ്ക്കും.
റിച്ചു അവിടെ ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നതിനിടയ്ക്ക് 2 ക്യാൻഡിൽ കിട്ടി. അപ്പോൾ അവനിങ്ങനെ ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ടേബിളൊക്കെ ഇതുപോലെ സെറ്റൊക്കെ ചെയ്തു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.